ഓക്കെ, നമ്മൾ ഫിഫ്ത്ത് മൊഡ്യൂളാണ് ഇന്ന് തുടങ്ങുന്നത്. ഫിഫ്ത്ത് മൊഡ്യൂളിൽ മെക്കാനിക്കൽ മെഷർമെൻറ്റിനെ പറ്റിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ മോഡ്സ് ഓഫ് മെഷർമെൻ്റ് ആണ്. ഏതൊക്കെ മോഡാണ് മെഷർമെൻറ്റിന് ഉപയോഗിക്കുന്നതെന്നാണ്. ബേസ്ഡ് അപ്പോൺ ദി നമ്പർ ഓഫ് കൺവേർഷൻസ് 3 ബേസിക് കാറ്റഗറീസ് ഓഫ് മെഷർമെൻറ്റ്സ് ഹാവ് ബീൻ ഡെവലപ്ഡ്. മെയിനായിട്ട് 3 കാറ്റഗറിയാണ് ഉള്ളത്. ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് പ്രൈമറി മെഷർമെൻറ്റ്, അടുത്ത് സെക്കൻഡറി മെഷർമെൻറ്റ്, മൂന്നാമത്തെ ടേഴ്സറി മെഷർമെൻറ്റ്. എന്താണ് പ്രൈമറി മെഷർമെൻറ്റ്? പ്രൈമറി മെഷർമെൻറ്റ് എന്താണ്? ഡയറക്റ്റ് ഒബ്സർവേഷൻ ആൻഡ് കമ്പാരിസൺ ആണ്. ഒരു യൂണിറ്റിൽ നിന്ന് വേറെ യൂണിറ്റിലൊരു കൺവേർഷനൊന്നും അതിലില്ല. അതുപോലെ തന്നെ എന്താണ് എക്സാമ്പിൾ ഏതൊക്കെയാണ്? ലെങ്ത്ത്, ഹൈറ്റ്, ഡെപ്ത്ത്, വിഡ്ത്ത് ഒക്കെയാണ് എക്സാമ്പിൾ. അടുത്ത സെക്കൻഡറി മെഷർമെൻറ്റ്. സെക്കൻഡറി മെഷർമെൻറ്റിൽ ഒരു കൺവേർഷൻ ഉണ്ടായിരിക്കും. ഒരു യൂണിറ്റിൽ നിന്ന് വേറെ ഒന്നിലോട്ട് ഒരു കൺവേർഷൻ ഉണ്ടായിരിക്കും. എക്സാമ്പിളായിട്ട് പ്രഷറോ ടെമ്പറേച്ചർ മെഷർമെൻറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഫിസിക്കൽ സിസ്റ്റം ഉണ്ട്. അപ്പോൾ ടെമ്പറേച്ചർ ആണെന്ന് വിചാരിക്കുക. അതാണ് പ്രൈമറി സിഗ്നൽ. ആ പ്രൈമറി സിഗ്നലിന് നമ്മൾ എന്ത് ചെയ്യും? തെർമോമീറ്ററിലോട്ട് നമ്മൾ തെർമോമീറ്റർ ഉപയോഗിച്ചിട്ട് മെഷർ ചെയ്യും. അപ്പോൾ തെർമോമീറ്ററിൽ എന്താണ് സംഭവിക്കുന്നത്? ഒരു കാപ്പിലറൈസ് ആണ് സംഭവിക്കുന്നത് അല്ലേ. അപ്പം നമ്മുടെ പ്രൈമറി യൂണിറ്റ് ടെമ്പറേച്ചർ പോലെയല്ല മെഷർ ചെയ്യുന്നത്. എന്താണ്? ഹൈറ്റ് ആയിട്ടാണ് മെഷർ ചെയ്യുന്നത് അല്ലേ, ലെങ്ത് ആയിട്ടാണ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഒരു കൺവേർഷൻ അവിടെ നടന്നു. അങ്ങനെയുള്ളതിനെയാണ് സെക്കൻഡറി മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ടേഴ്സറി മെഷർമെൻറ്റ് പേര് പോലെ തന്നെ എന്താണ്? അപ്പം 3 മെഷർമെൻറ്റ്സ് ഉണ്ടായിരിക്കും. അതായത് 2 കൺവേർഷൻ നടക്കും. എക്സാമ്പിളായിട്ട് റൊട്ടേറ്റിംഗ് ഓഫ് എ ഷാഫ്റ്റ് എടുക്കുകയാണെങ്കിൽ എന്താണ്? റൊട്ടേറ്റിംഗ് ഷാഫ്റ്റ് സ്പീഡ് നമ്മൾ എങ്ങനെ പ്രൈമറി സിഗ്നൽ ഉപയോഗിച്ചിട്ട് മെഷർ ചെയ്യും. ഫസ്റ്റ് കൺവേർഷൻ എന്ന് പറഞ്ഞെങ്കിൽ പെർമനൻറ്റ് മാഗ്നറ്റ് ആൻഡ് അലുമിനിയം കപ്പിലോട്ട് അത് കൺവേർട്ട് ചെയ്യും. പിന്നെ എന്ത് ചെയ്യും? അത് എഡ്ഡി കറണ്ടായിട്ട് കൺവേർട്ട് ചെയ്യും. ആ എഡ്ഡി കറണ്ടാണ് എന്ത് ചെയ്യണത്? നമ്മൾ മെഷർ ചെയ്യുന്നത്. ആ മെഷർ ചെയ്ത സാധനമാണ് എന്ത്? നമ്മൾ സിഗ്നലായിട്ടായത് ഔട്ട്പുട്ടായിട്ട് നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പോൾ 2 കൺവേർഷൻ അവിടെ നടന്നു. അങ്ങനെ 2 കൺവേർഷൻ നടക്കുന്നതിനെയാണ് ടേഴ്സറി മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. പ്രൈമറി, സെക്കൻഡറി, ടേഴ്സറി, അങ്ങനെ 3 മെഷർമെൻറ്റാണ് ഉള്ളത്. അടുത്താണ് മെത്തേഡ്സ് ഓഫ് മെഷർമെൻറ്റ്. എന്തൊക്കെ മെത്തേഡുകളാണ് മെഷർമെൻറ്റിനുള്ളത് എന്നുള്ളത്. ഫസ്റ്റത്തെ മെത്തേഡ്സ് എന്ന് പറയുന്നത് ഒന്ന് ഡയറക്റ്റ്, ഇൻഡയറക്റ്റ് മെത്തേഡാണ്. ഡയറക്റ്റ് മെത്തേഡിൽ എന്താണ്? അൺനോൺ ക്വാണ്ടിറ്റി ഈസ് മെഷേർഡ് കമ്പയറിങ് ഡയറക്റ്റ്ലി വിത്ത് പ്രൈമറി ഓർ സെക്കൻഡറി സ്റ്റാൻഡേർഡ്. പ്രൈമറി ഓർ സെക്കൻഡറി സ്റ്റാൻഡേർഡ് വെച്ചിട്ട് എന്ത് ചെയ്യും? അൺനോൺ ക്വാണ്ടിറ്റീനെ കമ്പയർ ചെയ്യണതാണ് ഡയറക്റ്റ് മെത്തേഡ്. ഹ്യൂമൻ സെൻസസ് ആർ വെരി മച്ച് നെസസറി ഫോർ മെഷർമെൻറ്റ്. ഡയറക്റ്റ് മെത്തേഡിന് എന്താണ്? ഹ്യൂമൻ സെൻസസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിസൾട്ട് ഒബ്റ്റെയിൻഡ് ഫ്രം ദി ഡയറക്റ്റ് കമ്പാരിസൺ ആർ നോട്ട് ദാറ്റ് ഡിപ്പെൻഡബിൾ. എന്താണ്? ഡിപ്പെൻഡബിൾ അല്ല, അതായത് നോട്ട് ആൾവേസ് ആക്യുറേറ്റ്. അത് എപ്പോഴും ആക്യുറേറ്റ് ആയിരിക്കണം എന്നില്ല. ഹ്യൂമൻ ഇൻവോൾവ്മെൻ്റ് ഉള്ളതുകൊണ്ട് എറർ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഇൻഡയറക്റ്റ് മെത്തേഡ് എന്താണ്? അൺനോൺ മാഗ്നിറ്റ്യൂഡ് ഈസ് മെഷേർഡ് ബൈ കമ്പയറിംഗ് വിത്ത് എ സ്റ്റാൻഡേർഡ് ഇൻഡയറക്ട്ലി ത്രൂ ദി യൂസ് ഓഫ് എ കാലിബ്രേറ്റഡ് സിസ്റ്റം. ഒരു കാലിബ്രേറ്റഡ് സിസ്റ്റം ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും? ഈ അൺനോൺ ക്വാണ്ടിറ്റീനെ കമ്പയർ ചെയ്തിട്ടാണ് മെഷർ ചെയ്യുന്നത്. ഇൻഡയറക്റ്റ് മെത്തേഡിൽ കൺസിസ്റ്റ് ഓഫ് എ ചെയിൻ ഓഫ് ഡിവൈസസ് വിച്ച് ഫോം എ മെഷറിംഗ് സിസ്റ്റം. ഒരു ഡിവൈസ് മാത്രമല്ല, ഒരു ചെയിൻ ഓഫ് ഡിവൈസസ് ആണ് ഈ മെഷർമെൻറ്റിന് ഉപയോഗിക്കുന്നത്. ദിസ് കൺസിസ്റ്റ് ഓഫ് എ ഡിറ്റക്ടർ എലമെൻറ്റ് ഓർ ഡിറ്റക്ട് എ ട്രാൻസ്ഡ്യൂസർ ടു ട്രാൻസ്ഡ്യൂസർ ആൻഡ് എ യൂണിറ്റ് ടു ഇൻഡിക്കേറ്റ് ഓർ റെക്കോർഡ് ദി പ്രപ്പോസ് സിഗ്നൽ. അങ്ങനെ ഒരു ചെയിൻ ഓഫ് ഡിവൈസസ് ഇതിനുണ്ട്. ഫെയർലി ആക്യുറേറ്റ് ആണ്. അതായത് ഡയറക്റ്റ് മെത്തേഡിനേക്കാളും ആക്യുറേറ്റ് ആണ് ഇൻഡയറക്റ്റ് മെത്തേഡ്. അടുത്ത മെത്തേഡ് എന്ന് പറഞ്ഞാൽ വിത്ത് കോണ്ടാക്ട് മെത്തേഡ്, വിത്തൗട്ട് കോണ്ടാക്ട് മെത്തേഡ്, അബ്സല്യൂട്ട് ഓർ ഫണ്ടമെൻ്റൽ മെത്തേഡ്. ഇതിലെന്താണ്? വിത്ത് കോണ്ടാക്റ്റിൽ പേര് പോലെ തന്നെ എന്താണ്? നമ്മൾ മെഷർ ചെയ്യുന്ന സാധനത്തിന് ഇൻസ്ട്രുമെൻ്റ് ഈ സ്പേസിൽ കോണ്ടാക്ട് വിത്ത് ഒബ്ജക്റ്റിനായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടാണ് വെക്കുക. വിത്തൗട്ട് കോണ്ടാക്ട് പറഞ്ഞാൽ കോണ്ടാക്ട് ഇല്ലാതെ. എക്സാമ്പിൾ വിത്ത് കോണ്ടാക്റ്റിന് കാലിപ്പറാണ്. വിത്തൗട്ട് കോണ്ടാക്റ്റിന് എന്താണ്? സെൻസറുകളൊക്കെ. നെക്സ്റ്റ് അബ്സല്യൂട്ട് ഓർ ഫണ്ടമെൻ്റൽ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ദി മെഷർമെൻറ്റ് ഓഫ് ബേസ് ക്വാണ്ടിറ്റീസ് എൻ്ററിങ് ഇൻ ടു ദി ഡെഫിനിഷൻ ഓഫ് ക്വാണ്ടിറ്റി. ബേസ് ക്വാണ്ടിറ്റി വെച്ചിട്ടുള്ള മെഷർമെൻറ്റാണ് അബ്സല്യൂട്ട് ഓർ ഫണ്ടമെൻ്റൽ എന്ന് പറയുന്നത്. അടുത്ത മെത്തേഡ് എന്ന് പറയുകയാണെങ്കിൽ കമ്പാരിറ്റീവ് മെത്തേഡാണ്. കമ്പാരിറ്റീവ് മെത്തേഡ് എന്ന് പറയുകയാണെങ്കിൽ ബേസ്ഡ് ഓൺ ദി കമ്പാരിസൺ ഓഫ് ദി വാല്യൂ ഓഫ് എ ക്വാണ്ടിറ്റി ടു ബി മെഷേർഡ് വിത്ത് എ നോൺ വാല്യൂ ഓഫ് ദി സെയിം ക്വാണ്ടിറ്റി. സെയിം ക്വാണ്ടിറ്റിനെ നോൺ വാല്യൂവിനായിട്ട് കമ്പയർ ചെയ്തിട്ടുള്ള മെത്തേഡിനെയാണ് കമ്പാരിറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. നൾ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഹിയർ ഡിഫറൻസ് ബിറ്റ്വീൻ മെഷർമെൻറ്റ് ആൻഡ്
ഡിഫറൻസ് ബിറ്റ്വീൻ മെഷേർഡ് വാല്യൂ ആൻഡ് നോൺ വാല്യൂ ഓഫ് ദി സെയിം ക്വാണ്ടിറ്റി വിത്ത് വിച്ച് ഇറ്റ് ഈസ് കമ്പയർഡ് ഈസ് ബ്രോട്ട്സ് ടു സീറോ. അതായത് സീറോയിലോട്ട് കൊണ്ടുവരുന്ന മെത്തേഡ് അതിനെയാണ് നൾ മെഷർമെൻറ്റ്. അതായത് ഹിയർ ഡിഫറൻസ് ബിറ്റ്വീൻ മെഷേർഡ് വാല്യൂ ആൻഡ് നോൺ വാല്യൂ ഓഫ് ദി സെയിം ക്വാണ്ടിറ്റി വിത്ത് വിച്ച് ഇറ്റ് ഈസ് കമ്പയർഡ് ഈസ് ബ്രോട്ട് ടു സീറോ. അങ്ങനെയാണ് അതിനെ മെഷർ ചെയ്യുന്നത്. അടുത്തത് ഇമേജ് ഇവിടെ വന്ന കേട്ടോ, അത് എററായിട്ട് വന്നതാണ്. ടൈപ്സ് ഓഫ് മെത്തേഡ്. അതിൽ സബ്സ്റ്റിറ്റ്യൂഷണൽ മെത്തേഡ് എന്ന് പറയുകയാണെങ്കിൽ എന്താണ്? ക്വാണ്ടിറ്റി ടു ബി മെഷേർഡ് ഈസ് റീപ്ലേസ്ഡ് ബൈ എ നോൺ വാല്യൂ ഓഫ് ദി സെയിം ക്വാണ്ടിറ്റി. ഏതാണോ മെഷർ ചെയ്യേണ്ടത് അത് റീപ്ലേസ് ചെയ്തിട്ട് ഒരു നോൺ വാല്യൂ ഓഫ് ദി സെയിം ക്വാണ്ടിറ്റി വെച്ച് റീപ്ലേസ് ചെയ്യും. സോ സെലക്റ്റഡ് ദാറ്റ് ദി എഫക്റ്റ് produced in the indicating device by these two values are the same. ഇതൊരു എഫക്റ്റ്. ഇവിടെ ഇപ്പോൾ നമ്മൾ റെസിസ്റ്ററിന് പകരം ഒരു റിയോസ്റ്റാറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അതിൻ്റെ എഫക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ ആ റിയോസ്റ്റാറ്റിൻ്റെ റെസിസ്റ്റൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അതുപോലെ ഒരു അറിയണ വാല്യൂ വെച്ച് കമ്പയർ ചെയ്യണതിനെയാണ് സബ്സ്റ്റിറ്റ്യൂഷണൽ മെത്തേഡ് എന്ന് പറയുന്നത്. അടുത്ത കോംപ്ലിമെൻ്ററി മെത്തേഡ് എന്ന് പറയുന്നത് ദി വാല്യൂ ഓഫ് ദി ക്വാണ്ടിറ്റി ടു ബി മെഷേർഡ് ഈസ് കമ്പൈൻഡ് വിത്ത് നോൺ വാല്യൂ ഓഫ് ദി സെയിം ക്വാണ്ടിറ്റി. അതായത് വോളിയം ഡിറ്റർമൈൻഡ് ബൈ ലിക്വിഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. അതായത് നമുക്കൊരു കല്ലിൻ്റെ വോളിയം മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഇതുപോലത്തെ ഒരു മെഷറിങ് ട്യൂബിലോട്ട് നമ്മൾ കല്ല് ഡ്രോപ്പ് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യും? അതിലുണ്ടാകുന്ന ലിക്വിഡിന് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവും. ആ ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര വോളിയം ആണെന്ന് മെഷർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കല്ലിൻ്റെ വോളിയം നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒന്നിൻ്റെ മെഷർമെൻറ്റ് വേറൊന്ന് ഉപയോഗിച്ച് എടുക്കുന്നതിനാണ് കോംപ്ലിമെൻ്ററി മെത്തേഡ് എന്ന് പറയുന്നത്. അടുത്ത ട്രാൻസ്പോസിഷൻ മെത്തേഡാണ്. എന്താണ്? ക്വാണ്ടിറ്റി ടു ബി മെഷേർഡ്, അവിടെ സ്പേസ് ഉണ്ട് കേട്ടോ, ഈസ് ഫസ്റ്റ് ബാലൻസ്ഡ് ബൈ എ നോൺ വാല്യൂ ആൻഡ് ദെൻ ബാലൻസ്ഡ് ബൈ എൻ അതർ ന്യൂ നോൺ വാല്യൂ. ടെക്നിക് ഓഫ് ടു മെഷർ എന്താണ്? വാല്യൂ ഓഫ് ക്വാണ്ടിറ്റി മെഷേർഡ് ഈസ് ഫസ്റ്റ് ബാലൻസ്ഡ് ബൈ എൻ ഇനീഷ്യൽ non value of a same quantity, then measured by quantity put then measuring quantity is put in place of this known value, then it is balanced again by another value b if the position of the element is in equilibrium. അങ്ങനെയാണ് ട്രാൻസ്പോസിഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? മെഷർ ചെയ്യുന്നത്.